നമസ്കാരം, എല്ലാവർക്കും ഡോട്ട്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെക്കൻഡ് കാർ, അതായത് സെക്കൻഡ് ഹാൻഡ് കാർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി എൻജിൻ്റെ കാര്യങ്ങളും വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് മേടിക്കാറുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ പേപ്പർ വർക്കിനെ കുറിച്ച് കൺസേൺ ആണ്. അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അധികം ആരും വീഡിയോകളിലോ യൂട്യൂബിലോ ഒന്നും സംസാരിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂ കാർ സെയിൽസ് വെറും 2.6 മില്യൺ മാത്രമുള്ളപ്പോൾ സെക്കൻഡ് യൂസ്ഡ് കാർ, അതായത് യൂസ്ഡ് കാറിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞത് 5 മില്യണിന് മുകളിലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ സാധാരണക്കാർ ഏറ്റവും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂസ്ഡ് കാറുകളെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നേ മതിയാവുള്ളൂ. എന്നാലേ നമുക്ക് വാഹനം മേടിക്കുമ്പോൾ വഞ്ചിക്കപ്പെടാതെ, അതായത് ഇതിനകത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, ഡീറ്റെയിൽ എന്ന് പുറമെ ബേസിക് ആയിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക്, അതായത് നമുക്ക് നമ്മുടേതായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മളിതിനകത്ത് ഫസ്റ്റായിട്ട് ബേസിക്കലി ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ എന്തായാലും നമുക്ക് അറിയായിരിക്കും, എൻജിൻ ഭാഗമായിരിക്കും. ഒരു വണ്ടിയുടെ ഹൃദയം എന്ന് പറയപ്പെടുന്ന എൻജിനാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എക്സ്റ്റീരിയർ ഔട്ട്ലുക്ക്, അതായത് ഫിസിക്കൽ വണ്ടിയുടെ അപ്പിയറൻസ്, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, റീപ്ലേസ്മെൻ്റ് ഉണ്ടോ, വണ്ടിയുടെ ടയറിൻ്റെ നിലവിലെ കണ്ടീഷൻ എന്താണ്, അതാണ് നമ്മളത് നോക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ നീറ്റ്നെസ് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് വണ്ടി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം കണക്കാക്കാൻ പറ്റും. കൂടാതെ വണ്ടി ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാനും ഇൻറ്റീരിയറിൽ വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. ഇനി അടുത്ത വരുന്ന ഭാഗം എന്ന് പറയുന്നത് വണ്ടിയുടെ എയർ കണ്ടീഷൻ സെറ്റപ്പാണ്. എയർ കണ്ടീഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമ്മുടെ 5ാമത്തെ പോർഷനാണ് പേപ്പർ വർക്ക്സ്. അപ്പോൾ നമ്മളിന്ന് ഈ പേപ്പർ വർക്കുകൾ എന്താണെന്നുള്ളതാണ് വിശദമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആൾ വാങ്ങിക്കുമ്പോൾ ഒരു RC ബുക്ക് എങ്ങനെ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അല്ലാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ വർക്ക്സ് എന്നുള്ളതിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ആദ്യ ഭാഗമായി, നമ്മൾ ഈ 5 ഭാഗങ്ങളും ചെയ്യുന്നുണ്ട്, അതിൽ ആദ്യത്തെ ഭാഗമായ പേപ്പർ വർക്ക്സിലേക്ക് പോകാം. അതായത് നമുക്ക് ഫസ്റ്റ് കേരളത്തിൽ എത്ര ടൈപ്പ് RC ബുക്കുകൾ അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബുക്ക് ടൈപ്പാണ്, രണ്ടാമത്തത് പേപ്പർ ടൈപ്പ്, മൂന്നാമത്തത് ഇപ്പോൾ കാർഡ് ടൈപ്പ് വരുന്നത്. അതിൽ ബുക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത് പഴയ വണ്ടികൾക്കുണ്ടായിരുന്നു. അതായത് അതിനകത്ത് ബുക്ക് പോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രിൻ്റഡ് ഒന്നുമല്ല, എല്ലാം എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ എഴുതിയാണ് അത് സൈൻ ചെയ്തിട്ടാണ് RTOയിൽ നിന്ന് കിട്ടുന്നത്. അതിനുശേഷം ഒന്നാണ് പേപ്പർ ടൈപ്പ്, അതാണ് പ്രിൻ്റഡ്. മൂന്നാമത്തെ ടൈപ്പാണ് വരുന്നത് നമ്മുടെ കാർഡ് ടൈപ്പ്. ഇനി നമ്മൾ വണ്ടി, അതായത് പേപ്പർ ബുക്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്, ഒന്നാമത്തെ കാര്യം തന്നെ വണ്ടി എത്രാമത്തെ ഓണർഷിപ്പാന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പേപ്പർ ബുക്കിൽ, അതായത് പേപ്പർ RC ബുക്കിൽ എത്ര ഓണർഷിപ്പാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഇടത്തെ സൈഡിൽ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ അത് ഏത് വർഷമാണ് ലാസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചതി എന്നല്ല, പലർക്കും അറിയില്ല, അതാണ് സംഭവം. ചിലർക്ക് അറിഞ്ഞുകൊണ്ടും ചെയ്യാറുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വണ്ടി കൊടുക്കുന്ന ആൾ ചിലപ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് ഓണറിൽ നിന്ന് മേടിച്ചു, ഞാൻ സെക്കൻഡ് ഓണറാണ്, ഇപ്പോൾ താങ്കൾ എടുക്കാൻ പോകുന്ന ആൾ തേർഡ് ഓണറാണെന്ന് പറയും. പക്ഷേ നമുക്ക് ഈ പേപ്പർ RCയിൽ എത്രാമത്തെ ഓണർഷിപ്പാണെന്ന് അറിയില്ല. ചിലപ്പോൾ 5ാമത്തെയോ 6ാമത്തെയോ ഓണർഷിപ്പായിരിക്കാം. ഇത് നമുക്കെപ്പോഴാണ് ഇത് പണി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, മീൻസ് എപ്പോഴാണ് നമുക്കിതൊരു ഗുരുതരമായ പ്രശ്നമായി തോന്നുന്നത്, നമുക്ക് പുതിയ RC വരുന്നത് കാർഡ് RC ആണെന്ന് അറിയാമല്ലോ. അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇത് എത്രാമത്തെ ഓണർഷിപ്പാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പിന് വണ്ടി എന്ന് പറഞ്ഞത് എത്ര രൂപ കൊടുത്താണോ വാങ്ങിച്ചത് ആ വിലയല്ലായിരിക്കും ഒരു 5ാമത്തെ ഓണർഷിപ്പ് വണ്ടിക്ക്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് RC ബുക്കിൽ ഇത് വണ്ടി 5ാമത്തെ ഓണർഷിപ്പാണെന്ന് മനസ്സിലാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ നോക്കി മേടിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇനി നമ്മൾ ആളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ പറയും, അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ല, എനിക്ക് സെക്കൻഡ് ഓണർഷിപ്പ്, അതായത് ഫസ്റ്റ് ഓണർഷിപ്പാന്ന് പറഞ്ഞ് തന്ന വണ്ടിയാണെന്ന് പറയുള്ളൂ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പേപ്പർ RC കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്ഡേറ്റഡ് ഇയർ എത്രയും നോക്കുക, ആ ഇയറിലാണ് ആൾ എടുത്തതെന്ന് നോക്കുക. എന്നിട്ട് കൂടാതെ നമ്മൾക്ക് ഓൺലൈനിൽ വാഹനം ചെക്ക് ചെയ്യാനുള്ള സൈറ്റുണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ കേസസ് നമ്പർ,
എൻജിൻ നമ്പരും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് RC ട്രാക്ക് ചെയ്യാൻ പറ്റും, എത്ര ഓൺഷിപ്പ് മാറ്റുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത ശേഷം മാത്രം, എത്ര ഓൺഷിപ്പാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്ത ശേഷം മാത്രമേ ആ വണ്ടി വാങ്ങിക്കാവൂ. അതായത് നിങ്ങൾ യൂസ്ഡ് കാർ മേടിച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നും ഒരു 3 വർഷം യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ 3 വർഷം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി നഷ്ടമില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും. അത് കൂടാതെ കാർഡ് ആർ സി നമുക്ക് ഇടയ്ക്കൊരു നല്ല പണി തരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് RCയിൽ ഇപ്പോൾ 3rd ഓൺഷിപ്പാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പം മിസ്പ്ലേസ്ഡ് ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകും. ചിലപ്പം 2nd ഓൺഷിപ്പ് വണ്ടിയായിരിക്കും 3rd ഓൺഷിപ്പ് പ്രിൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 9 ഓൺഷിപ്പുള്ള വണ്ടിയായിരിക്കും 3rd ഓൺഷിപ്പ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് അതിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ കാർഡ് ഇതേപോലെ ചെക്ക് ചെയ്യണം. അതിനകത്ത് 3rd ഓൺഷിപ്പ് കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് 3rd ഓൺഷിപ്പാണെന്ന് നമ്മൾ വിശ്വസിച്ച് എടുക്കരുത്. ചിലപ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അതിൽ വരാറുണ്ട്. അപ്പം അതും ഇതുപോലെ ചെക്ക് ചെയ്യുക. ഓക്കെ, അത് മറന്നു പോകരുത്, ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടോ, അതായത് വണ്ടി ലോൺ എക്സിസ്റ്റിംഗ് ആണോ എന്ന് നമുക്ക് വേപ്പനാണ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണാൻ പറ്റും. മറ്റേ കാർഡ് RC ആണെങ്കിൽ അതിൻ്റെ പുറകുവശത്ത് റൈറ്റ് സൈഡിൽ താഴെയായിട്ടും കാണാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ നോക്കിയിട്ട് ലോൺ ക്ലോസ്ഡ് ആണെങ്കിൽ ഈ പേപ്പർ RCയുടെ പുറകിൽ അത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ബാങ്ക് സീലും അതും വെച്ചിട്ട് RTO കൊടുത്ത് സീൽ വെച്ച് ക്യാൻസൽ ചെയ്തേക്കണം. ഇത് സ്റ്റിക്കർ വർക്ക് അതിൻ്റെ തൊട്ട് പുറകിലുണ്ടാകും. അതിനകത്ത് കൃത്യമായിട്ട് ക്യാൻസൽഡ് എന്നുള്ളത് കാണും. മറിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമറോട്, അതായത് വണ്ടി മേടിക്കാൻ, അതായത് വണ്ടിയുടെ ഓണറോട് ചോദിക്കുക വണ്ടിയുടെ ലോൺ ക്ലോസ്ഡ് ആണോ. അപ്പോൾ ചിലർ കസ്റ്റമർ പറയും ലോൺ ക്ലോസ്ഡ് ആണ്, നമ്മൾ RCയിൽ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് പറയും. ആ സ്റ്റേജിൽ നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കുക ആ വാലിഡായിട്ടുള്ള ഫോം 35ഉം ബാങ്ക് NOCയും കൈവശമുണ്ടോ. ആ എടുത്തിരിക്കുന്നത് 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് മുൻപുള്ളതാണെങ്കിൽ അത് വാലിഡ് അല്ല. അതായത് 6 മാസത്തിനകത്തുള്ള ഫോം 35ഉം NOC ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അത് വാങ്ങിക്കാവുള്ളൂ. അതിന് ശേഷമുള്ളതാണെങ്കിൽ അത് വാലിഡ് ആയിരിക്കില്ല. നമുക്ക് RTO ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ കാര്യങ്ങളും അതിൽ കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വണ്ടിക്ക് ചെല്ലാൻ പെൻഡിങ് ഉണ്ടോ, വണ്ടി ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ, അതുപോലത്തെ കാര്യങ്ങൾ. അപ്പം ഒരു നല്ല ഫൈനുള്ള വണ്ടിയാണ്, നിങ്ങളത് ഫൈൻ അടച്ചിട്ട് വേണം പേര് മാറാൻ. ഇല്ലെങ്കിൽ അത് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത ഫൈൻ, ആ ഫൈനിൻ്റെ കൂടെ ചെറിയ എമൗണ്ട് കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ നമ്പർ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണും. ആ നമ്പർ വെച്ചിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൈൻസിൻ്റെ ഇതിൽ കയറിയിട്ട് വണ്ടിക്ക് എത്ര ഫൈൻ എത്രയുണ്ട്, കൂടാതെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റഡ് ആണെങ്കിൽ ആ ബ്ലാക്ക് ലിസ്റ്റഡ് മാറ്റിയ ശേഷം നമ്മൾ വണ്ടി വാങ്ങിക്കുക. കാരണം അത് ഫൈൻ ഏകദേശം നല്ല രീതിയിൽ ഫൈൻ ഉണ്ടാവും. ആ ഫൈൻ ക്ലോസ് ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ എമൗണ്ട് നമ്മുടെ നിന്ന് കുറച്ച് നമ്മൾ വാങ്ങിച്ചാൽ മതി. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ വണ്ടി മേടിക്കുന്നൊരു വണ്ടി വെച്ചൊരു 2016 അതിന് മുകളിലേക്കുള്ളൊരു വണ്ടിയാണെങ്കിൽ, അതായത് അല്ലെങ്കിൽ ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഒരു 2016 മേളിലോട്ടുള്ള വണ്ടികളാണെങ്കിൽ അതിന് വണ്ടിക്ക് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോയെന്ന് ചോദിക്കുക. സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ സർവീസ് ഹിസ്റ്ററി എടുപ്പിക്കുക. കാരണം ഇതിനകത്ത് ഓഡോമീറ്ററൊക്കെ ടാമ്പർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോയെന്ന് ചോദിക്കുക. സർവീസ് ഹിസ്റ്ററി ലാസ്റ്റ് ഏത് വർഷമാണ്, എത്രാമത്തെ കിലോമീറ്ററാണ് സർവീസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. പിന്നെ നമുക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അറിയാം വണ്ടിയിൽ മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതായത് നമുക്ക് ഫിസിക്കലി ചിലപ്പോൾ ചില റീപ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സർവീസ് ഹിസ്റ്ററിയിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ എമൗണ്ട് കൊടുക്കുന്നതിന് വർത്തായിട്ടാണ് വണ്ടി ഉള്ളത് കൺഫേം ചെയ്ത ശേഷം നമ്മൾ വണ്ടി മേടിക്കുവാണെങ്കിൽ അത് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. മറിച്ച് മുമ്പ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അതായത് വണ്ടി നല്ല വിലയ്ക്ക്, അതായത് ഫസ്റ്റ് ഓണർഷിപ്പിൽ നിന്ന് തന്നെ മേടിച്ചൊരു വണ്ടി, നല്ല വില കൊടുത്ത് മേടിച്ചൊരു വണ്ടി, പക്ഷേ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് അപ്രോൺ, അത് മെയിൻ ഭാഗങ്ങളൊക്കെ ഡാമേജ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അത് രണ്ടാമത് റീവർക്ക് ചെയ്തിട്ട് ഈ കസ്റ്റമർക്ക് ഫ്രഷ് വണ്ടി എന്ന രീതിയിൽ വിറ്റിരിക്കുക. അപ്പം അടുത്തത് വിൽക്കാൻ വന്ന ശേഷം നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ച ശേഷം ആ വണ്ടിക്ക്, അതായത് ഇടിച്ച മേജർ ആക്സിഡൻ്റ് ആയ ഒരു കാറിനും ഒരു നല്ലൊരു കാറിനും തമ്മിലുള്ള വില അന്തരം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ ആൾ മേടിച്ചൊരു 6 മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ലോസ് വരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കൊടുക്കുന്ന പൈസ കൊടുക്കുന്നതിന് ആ പൈസയ്ക്ക് വർത്തായ വാഹനം എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യത്തിലാണ് ഞാൻ പേപ്പർ വർക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത്.
പിന്നെ നമുക്ക് പേര് മാറാനായിട്ട് നേരെ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റത്തെ പ്രോസസ്സേ ഉണ്ടാവുള്ളൂ. അതായത് പേര് മാറ്റാനായിട്ട് അവിടെ തന്നെ നിന്ന് പേര് മാറാനുള്ള സർട്ടിഫിക്കറ്റും കൊടുത്ത് അവർക്ക് സ്ലിപ്പും കൊടുക്കുക, നമുക്ക് ഒറിജിനൽ ആർ സിയും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരെ നമുക്ക് പോകാം. എന്നിട്ട് നമ്മൾ ആർ സി ബുക്ക് നമ്മുടെ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഈ സ്ലിപ്പും അതായത് നമ്മൾ അതിനടച്ചിരിക്കുന്ന റിസീപ്റ്റും കാര്യങ്ങളുമായിട്ട് ഈ ആർ സി ബുക്കുമായിട്ട് നമ്മുടെ ആർ ടി ഒ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് പുതിയ ആർ സി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ വണ്ടി എടുക്കുന്നു, എത്ര രൂപയാണെങ്കിലും 5000 രൂപയാണെങ്കിലും 50 ലക്ഷം രൂപയാണെങ്കിലും നമ്മളത് ഓൺലൈനായിട്ട്, അതായത് നമുക്കൊരു വാലിഡായിട്ട് ഇത് വേണം, നമ്മൾ ഈ ഇത്ര രൂപ കൊടുത്താണ് വണ്ടി വാങ്ങിച്ചത് എന്നുള്ളതിനൊരു ലീഗൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കൈ കൊണ്ട് എമൗണ്ട് കൊടുത്ത് നമ്മൾ തിരിച്ച് വേറെ എന്തെങ്കിലും കേസോ എന്തെങ്കിലും ഫ്ലഡ് അഫക്റ്റഡ് വണ്ടിക്ക് നമ്മളെ തന്ന് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്കത് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എമൗണ്ട് ഫ്ലഡ് അഫക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്, അപ്പം നിങ്ങളത് ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എഗ്രിമെൻറ്റ് എഴുതുമ്പോഴും അത് കൃത്യമായിട്ട് എഴുതണം. എഗ്രിമെൻറ്റിൽ മാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഇവർ കൃത്യം നമ്മൾ എഴുതുന്നതാണല്ലോ. അപ്പം ഇതിനും കൂടെ വാലിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അതായത് നമ്മൾ ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ID സഹിതം വെച്ചുള്ള എഗ്രിമെൻറ്റ് എഴുതുക. അപ്പം 2 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം രൂപ ഇന്ന സമയത്ത് ഇന്ന ID വഴി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാലിഡ് പ്രൂഫ് നമുക്കുണ്ട്. ഇതെവിടെയാണ് വരുന്നത് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വാഹനം മേടിച്ചത് നമ്മൾ കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലാവണം, 6 മാസത്തിനുള്ളിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. അപ്പം റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി വാങ്ങിച്ചത്, പക്ഷേ നമ്മൾ ലിക്വിഡ് ക്യാഷാണ് കൊടുത്തത്. ഞാൻ പറയുന്നവരാണ്, ലിക്വിഡ് ക്യാഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളതുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ കസ്റ്റമർ പറയുന്നു, ഞാൻ വണ്ടി 1 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തത്, വണ്ടി ഞാൻ ഫ്ലഡ് അഫക്റ്റഡ് ആണെന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തത്, 1 ലക്ഷം രൂപയ്ക്ക് ആണ് വണ്ടി കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി 1 ലക്ഷത്തിന് രൂപയുടെ കണക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കും. ഈ എഗ്രിമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ എഗ്രിമെൻറ്റ് നിങ്ങൾ കാണിക്കുവാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ആൾക്ക് ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞ് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനകത്ത് 1 ലക്ഷം രൂപയ്ക്ക് മാറ്റാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നു, ട്രാൻസാക്ഷൻ ID ഉൾപ്പെടെ ചെയ്യുന്നു, പിന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യണമെങ്കിലും നമുക്ക് വാലിഡ് പ്രൂഫുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പർ വർക്ക്സിൽ വ്യക്തമായിട്ടും ചെയ്യണം. പിന്നെ ഓഡോമീറ്റർ ടാമ്പേർഡ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ടിപ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാനത് വിശദമാക്കി പറഞ്ഞു തരാം, കാരണം അതും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പുതിയ വീഡിയോസും നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം.